നമസ്കാരം. ആഡംബര ഹോട്ടലുകളുടെ സ്യൂട്ടുകളിലടക്കം താമസിച്ച് ബില്ല് അടയ്ക്കാതെയും ആഡംബര വാച്ചുകളുടെ വ്യാപാരി എന്ന് വിശ്വസിപ്പിച്ച് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത് 25കാരനായ മുൻ ക്രിക്കറ്റ് താരം അറസ്റ്റിൽ. ഹോങ്കോങ്ങിലേക്ക് പോകാൻ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് മൃണാങ്ക് സിംഗ് എന്ന മുൻ ക്രിക്കറ്റ് താരം പിടിയിലായത്. ഹരിയാന അണ്ടർ-19 ടീമിന് വേണ്ടിയാണ് സിംഗ് കളിച്ചത് എന്ന് അഡീഷണൽ DCP രവികാന്ത് കുമാർ പറഞ്ഞു. കൂടാതെ IPL മുംബൈ ഇന്ത്യൻസിനെ പ്രതിനിധീകരിച്ചുവെന്നും സിംഗ് അവകാശപ്പെട്ടു. താജ് പാലസ് ഉൾപ്പെടെയുള്ള ആഡംബര ഹോട്ടലുകളുടെ സ്യൂട്ടുകളിൽ താമസിച്ച് ബില്ല് അടയ്ക്കാതെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതായി ഇയാൾക്കെതിരെ പരാതി ഉയർന്നിരുന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കുക, മോഡലുകൾക്കൊപ്പം പാർട്ടി നടത്തുകയും അവരോടൊപ്പം ഫോട്ടോ എടുക്കുകയും കാമുകിമാരോടൊപ്പം വിദേശയാത്ര നടത്തുകയും ചെയ്യുന്ന ആഡംബര ജീവിതമാണ് മൃണാങ്ക് സിംഗ് നയിച്ചിരുന്നത് എന്ന് പോലീസ് പറഞ്ഞു. 2021-2022 ക്രിക്കറ്റ് താരം ഋഷഭ് പന്തിൽ നിന്ന് 1.6 കോടി രൂപ കബളിപ്പിക്കാൻ പോലും സിംഗിന് കഴിഞ്ഞുവെന്ന് പോലീസ് പറഞ്ഞു. ആഡംബര വാച്ചുകളും ആഡംബര ആഭരണങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ബിസിനസ്സാണ് തനിക്ക് എന്ന് പ്രതി പന്തിനോട് പറഞ്ഞതായി പോലീസ് പറഞ്ഞു. അദ്ദേഹത്തെ വിശ്വസിപ്പിച്ച് താരം അദ്ദേഹത്തിന് തന്റെ വാച്ചുകൾ നൽകി. പകരമായി ഒരു ചെക്ക്, അതായത് 1.6 കോടി രൂപ വിലയുള്ള ചെക്ക് സിംഗ് പന്തിന് നൽകിയെങ്കിലും അത് ബൗൺസ് ചെയ്തതായി പോലീസ് പറഞ്ഞു. 2022 ജൂലൈയിൽ അദ്ദേഹം താജ് പാലസിലേക്ക് പോയി. താൻ ഒരു പ്രശസ്ത ക്രിക്കറ്റ് കളിക്കാരനാണ് എന്നും IPL കളിച്ചിട്ടുണ്ട് എന്നും അവരോട് പറഞ്ഞു. ഏകദേശം ഒരാഴ്ചയോളം അവിടെ തങ്ങി. ബില്ല് ഏകദേശം 5.6 ലക്ഷം രൂപയായിരുന്നു. തന്റെ സ്പോൺസറായ അഡിഡാസ് ബില്ല് അടയ്ക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഹോട്ടൽ വിട്ടത്. അദ്ദേഹം നൽകിയ ബാങ്ക് അക്കൗണ്ട് നമ്പറുകളും കാർഡ് വിവരങ്ങളും വ്യാജമാണ് എന്ന് തെളിഞ്ഞു. കുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്: പോലീസും ഹോട്ടൽ മാനേജരും സിംഗിനെയും അദ്ദേഹത്തിന്റെ മാനേജരെയും ബന്ധപ്പെട്ടുവെങ്കിലും തങ്ങളുടെ ഡ്രൈവറെ പണവുമായി അയക്കാമെന്ന് ഇരുവരും കള്ളം പറഞ്ഞു. കൂടാതെ അന്വേഷണത്തിൽ ഒന്നിലധികം ആഡംബര ഹോട്ടൽ ഉടമകളെയും മാനേജർമാരെയും ഇയാൾ വഞ്ചിച്ചതായി പോലീസ് കണ്ടെത്തി. ചില ഹോട്ടലുകളിൽ കർണാടകയിൽ നിന്നുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായി അദ്ദേഹം പോസ് ചെയ്യുമായിരുന്നു. ചിലയിടത്ത് ക്രിക്കറ്റ് കളിക്കാരനാണ് എന്ന് അദ്ദേഹം പറയും. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു. കൂടാതെ താൻ പ്രശസ്തനാണ് എന്നും ആരാധകരുണ്ട് എന്നും കാണിക്കാൻ സ്ത്രീകൾക്കൊപ്പമുള്ള സെൽഫികൾ പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ വർഷം മുതൽ സിംഗിന് ഒന്നിലധികം തവണ നോട്ടീസ് അയച്ചുവെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല എന്ന് പോലീസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പിതാവും പോലീസിനെ കാണുകയും ക്രിക്കറ്റ് താരത്തെ കുടുംബം നിരസിച്ചതായി പറയുകയും ചെയ്തു. സിംഗിനെ കണ്ടെത്താൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹം ലൊക്കേഷൻ മാറ്റുകയും ഫോൺ വിച്ഛേദിക്കുകയും ചെയ്തു. ഇയാൾ ദുബായിലേക്ക് മാറിയെന്ന് സുഹൃത്തുക്കൾ പോലും വിശ്വസിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. തുടർന്ന് പോലീസ് കോടതിയെ സമീപിക്കുകയും സിംഗിനെതിരെ ജാമ്യമില്ലാ വാറന്റും ലുക്കൌട്ട് സർക്കുലറും പുറപ്പെടുവിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച അദ്ദേഹം ഹോങ്കോങ്ങിലേക്ക് ഒരു വിമാനം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി ഞങ്ങൾക്ക് കൈമാറി. കുമാർ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്: കർണാടകയിൽ നിന്നുള്ള ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന വ്യാജേന ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ സിംഗ് ശ്രമിച്ചതായി പോലീസ് പറയുന്നു. സിംഗ് ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് എന്നും പിന്നീട് രാജസ്ഥാനിലെ ഒരു കോളേജിൽ നിന്നാണ് MBA പഠിച്ചത് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നുണ്ട്. 2021 ഹരിയാനയിൽ നിന്ന് രഞ്ജി ട്രോഫിയിലും 2014 മുതൽ 2018 വരെ IPL മുംബൈ ഇന്ത്യൻസിലും കളിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഇയാളുടെ എല്ലാ വാദങ്ങളും പരിശോധിച്ച് വരികയാണ് എന്നും പോലീസ് പറഞ്ഞു. 1980കളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഇപ്പോൾ എയർ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരമാണ് തൻ്റെ പിതാവ് എന്ന് സിംഗ് ജനങ്ങളോട് പറയുമെന്ന് മറ്റൊരു ഉദ്യോഗസ്ഥൻ പറയുന്നു. യുവതികൾക്കും മോഡലുകൾക്കും ഒപ്പമുള്ള നിരവധി ഫോട്ടോകൾ ഇയാളുടെ ഫോണിൽ കണ്ടെത്തി. അവയിൽ ചിലത് ഹൈലി ഒബ്ജക്ഷനബിൾ ആണ് എന്നും അവർ കൂട്ടിച്ചേർത്തു. കുടുംബം അധികാരികളുമായി സഹകരിക്കുന്നുണ്ട് എന്നും അന്വേഷണത്തിൽ എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട് എന്നും ന്യൂഡൽഹിയിലെ താജ് പാലസിലെ വക്താവ് പറഞ്ഞു.